Namaste viewers, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന നമ്മുടെ സോഫ്റ്റ് WinTrader ഉപയോഗിച്ച് ഫോറക്സ് ട്രേഡിംഗ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് ഈ കാണിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ലൈവ് മാർക്കറ്റിൽ നമ്മൾ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ നമ്പർ ഡിസ്പ്ലേ ആവുന്നത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡയറക്റ്റ് നമ്മൾ ഓഫീസ് വരണമെങ്കിൽ നമ്മുടെ ഓഫീസ് ആലപ്പുഴ ചേർത്തല KSRE സ്റ്റാൻഡ് അടുത്താണ്. അപ്പം ഞാനിവിടെ ഫോറക്സ് എടുത്തിരിക്കുന്ന പേരെന്ന് വെച്ചാൽ JPYയുടെ ആണ്. ടൈം ഫ്രെയിം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 15 മിനിറ്റിലാണ്. ആൻഡ് ഇതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളൊരു ഫോറക്സ് മാത്രം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചാൽ MetaTrader 4 ആണ്. അപ്പോൾ MD4 ആൻഡ് MD5 ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇപ്പം നിങ്ങൾ MD4 ലൈവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ നിൽക്കുന്ന പ്ലാറ്റ്ഫോം MetaTrader 4 ആയതുകൊണ്ട് നമുക്ക് രണ്ടും കൂടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ തന്നെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സോഫ്റ്റ്വെയർ അതിൽ തന്നെ കാണാൻ പറ്റും. MD5 ആണെങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് തരും. അതിൻ്റെ സിഗ്നൽ നോക്കിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് പോയി എടുത്ത് വെച്ചാൽ മതിയോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് കാണിച്ചു തരും. എവിടെ ബൈ ചെയ്യണം, എവിടെ സെൽ ചെയ്യണം, സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് കാണിച്ചു തരും. ട്രേഡ് ജസ്റ്റ് നമ്മൾ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ കൺഫർമേഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന ബൈ സിഗ്നലാണ്. ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ ചെയ്യണം, റെഡ് വരുന്ന സെല്ലുമാണ്. സിഗ്നൽ ഓട്ടോമാറ്റിക്കാണ്. വരുമ്പോൾ തന്നെ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരുവേ. അതുപോലെ ഏറ്റവും മുകളിൽ ആ ഡീറ്റെയിൽസ് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നായിട്ട് നമ്മളിതിൻ്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. അതായത് എല്ലാ സിഗ്നലും നമ്മൾ ട്രേഡ് എടുക്കേണ്ട. സിഗ്നൽ കൺഫേം എന്ന് ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ ബൈ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ താഴത്തോട്ട് നോക്കി ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബോട്ടത്തിൽ പ്രൈസ് ഇതുപോലെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കും. അതുപോലെ ആരോടെ താഴത്ത് ബാർ, ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യും. ആ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ മതിയാവും. സിഗ്നൽ വന്ന ശേഷം താഴത്ത് പ്രൈസ് ഇൻ ബൈ സോൺ, അതുപോലെ ആരോടെ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. അപ്പോൾ രണ്ട് കൺഫർമേഷൻ മതി. ഈ കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതുപോലെ സെല്ലാണെങ്കിൽ വൈസ് വേഴ്സ, സെല്ലിൻ്റെ സിഗ്നലിൻ്റെ താഴത്ത് ബാർ എന്തായിരിക്കണം, റെഡ് ആയിരിക്കണം. അതുപോലെ ആ സമയത്ത് പ്രൈസ് എന്തായിരിക്കണം, സെൽ സോൺ ആയിരിക്കണം. ഈ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ട്രേഡ് എടുക്കാം. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വന്ന ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇവിടെ നോക്കി ഇവിടെ റെഡ് സ്റ്റാർ കാണാൻ പറ്റുന്നില്ല, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് കയറുവാണ്. താഴത്തൊരു ബ്ലൂ സ്റ്റാർ ഉണ്ട്, അത് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽസ് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ കളേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. അത് സൈഡ് ഇൻഡിക്കേഷൻ ആണ്. അതായത് നമുക്ക് റെഡും ഗ്രീനും അല്ലാതെ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഫോം ചെയ്ത് ലൈക്ക് ഓറഞ്ച് കളർ, വൈറ്റ് ക്യാൻഡിൽ, MD ക്യാൻഡിൽ, ഓറഞ്ച് ലൈറ്റ് ബ്ലൂ, ഇതൊക്കെ അതായത് ഈ റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാം സൈഡ് ഇൻഡിക്കേഷൻ. അപ്പോൾ നമുക്ക് സോഫ്റ്റ് സൈഡ് ഉൾപ്പെടെ എല്ലാം കാണിച്ചു തരും. അപ്പം ഇതൊരു സിമ്പിളായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഫോറക്സ് മാത്രമല്ല എല്ലാ മാർക്കറ്റും സപ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യൻ മാർക്കറ്റും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ലൈവായിട്ട് കാണാനോ അറിയാനോ ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.